നമസ്കാരം. താരസംഘടന അമ്മയുടെ ഇലക്ഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ വോട്ടിംഗ് തുടങ്ങിയിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് അകത്തു നിന്നും ലഭിക്കുന്നത്. ഇപ്പോൾ എത്തിയിരിക്കുന്ന കണക്കനുസരിച്ച് 150 പേര് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നു. 150 പേര് സൈൻ ചെയ്ത് ഉണ്ട്. അതിൽ സ്ത്രീകളാണ് കൂടുതൽ എന്ന വിവരമാണ് പുറത്തു വരുന്നത്. സ്ത്രീകളാണ് കൂടുതലായി ഉള്ളത്. അത് ഇതിനു മുമ്പൊക്കെ വരാത്ത സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർ ഇത്തവണ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു എന്ന പ്രത്യേകത കൂടി നമ്മൾ കാണണം. മോഹൻലാൽ കൃത്യം 10:30 മണിക്ക് എത്തിയിരിക്കുന്നു. അതോടൊപ്പം നടൻ ശ്രീനിവാസൻ, മുതിർന്ന താരങ്ങളെല്ലാം എത്തുന്നു. അതോടൊപ്പം തന്നെ യുവതാരങ്ങളും ഇത്തവണ എത്തുന്നു. അജു വർഗീസ് ഉൾപ്പെടെയുള്ള യുവതാരങ്ങളെ നമ്മൾ എൻട്രിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയും ആളുകൾ എത്തുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഇലക്ഷൻ പ്രക്രിയ തന്നെയാണ് നടക്കുന്നത്. കാരണം വലിയ വിവാദങ്ങൾക്കിടയിലാണ് ഈ ഇലക്ഷൻ നടക്കുന്നത്. അടവ് കമ്മിറ്റി വരുന്നു, പിന്നീട് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു, ലാലേട്ടൻ ഒഴിഞ്ഞതിന് ശേഷം ഇലക്ഷൻ വരുന്നു, പിന്നീട് വാക്പോരുകൾ മുറുകുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നത്. അത് പിന്നെ എന്താണ് നമ്മുടെ മെമ്പേഴ്സിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഒരു കമ്മിറ്റി വരും. അത് നല്ല രീതിയിൽ അമ്മ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ആരും ഇതിൽ നിന്ന് വിട്ടൊന്നും പോയിട്ടില്ല. എല്ലാവരും ഇതിലുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് ഏറ്റവും നല്ല ഒരു ഭരണം കാഴ്ചവെക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ സംഭവിക്കും. ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഏറ്റവും വലിയ രീതിയിലുള്ള മത്സരമാണ്. കാരണം പല രീതിക്കുള്ള വിഴുപ്പലക്കൽ നടന്നിട്ടുണ്ട് ഈ അമ്മ സംഘടനയിൽ. അതിൻ്റെ ഇടയിലാണ് വോട്ടിംഗ് നടക്കുന്നത്. ഈ നിലവിലെ സാഹചര്യത്തിൽ 150 പേര് കൂടി വന്നാൽ ഒരു 200 പേര് എത്താനുള്ള സാധ്യത നമ്മൾ കാണുള്ളൂ. അതിൽ കൂടുതൽ ആളുകൾ എത്താനുള്ള സാധ്യത നമ്മൾ കാണില്ല. കാരണം അത്രമാത്രം ദൂരെയൊന്നും ആളുകൾ എത്തുന്നില്ല. പക്ഷേ തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട് നിന്നും വണ്ടി അറേഞ്ച് ചെയ്ത് നൽകിയിട്ടുണ്ട്. അത് ടെമ്പോ ട്രാവൽ, പണ്ടൊക്കെ ബസ്സായിരുന്നെങ്കിൽ ഇത്തവണ ടെമ്പോ ട്രാവൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തന്നെയാണ് പൈസ മുടക്കി ആളുകളെ വരുത്തുന്നത്. അതിൽ എതിർപ്പുള്ള സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ പൈസ കൊടുത്ത് നമ്മൾ ആളുകളെ കൊണ്ടുവരാൻ കാര്യമില്ല, വോട്ട് ചെയ്യേണ്ട അവരുടെ അവകാശമാണ്, അവരെത്തട്ടെ എന്ന് പറഞ്ഞ ആളുകളും ഉണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വോട്ടിംഗ് തുടങ്ങിയിരിക്കുന്നു. ഉച്ചയ്ക്ക് 1 മണി വരെയാണ്, രാവിലെ 10 മണി മുതൽ അല്പസമയമാണ് ആരംഭിച്ചത്. 1 മണി വരെയാണ് വോട്ടിംഗ് ഉള്ളത്. 1 മണിക്ക് ശേഷം ആ 1 മണിയിലെ ക്യൂവിൽ നിൽക്കുന്നവർക്ക് വോട്ടിംഗ് ചെയ്യാൻ കഴിയും. ക്യൂവിൽ നിൽക്കുന്നവർക്കായിരിക്കും വോട്ടിംഗ് ചെയ്യാൻ കഴിയുക. അതിനുശേഷം ആര് വന്നാലും വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. വാശിയേറെ മത്സരം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാമേനോനും ദേവനും മത്സരിക്കുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തലയും ലക്ഷ്മിപ്രിയയും അതോടൊപ്പം നാസർ ലത്തീഫും മത്സരിക്കുന്നു. സെക്രട്ടറി സ്ഥാനത്തേക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് ഏറ്റവും വലിയ ഉറ്റുനോക്കുന്ന മത്സരം. കുക്കു പരമേശ്വരനും രവീന്ദ്രൻ മത്സരിക്കുന്നുണ്ട്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരമില്ല. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി ശിവാലും അനൂപ് ചന്ദ്രനും മത്സരിക്കുന്നത്. എക്സിക്യൂട്ടീവിലേക്ക് 7 പേരാണ് 7 പേര് വേണ്ട സ്ഥലത്ത് 8 പേര് മത്സരിക്കുന്നുണ്ട്. പുരുഷന്മാരിൽ 4 സംവരണ സീറ്റിലേക്ക് 5 പേര് മത്സരിക്കും. അതിൽ നിന്ന് രണ്ടിൽ നിന്നും ഒരാൾ പുറത്തു പോകുന്ന നിലയിലേക്കുണ്ടാകും. എന്തായാലും ഇലക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. ചൂടേറിയ ഇലക്ഷൻ തന്നെയാണ്. വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. ഏറ്റവും വലിയ വിവാദം മെമ്മറി കാർഡിൻ്റെ വിവാദമാണ്. മെമ്മറി കാർഡ് അന്ന് 2003 ഷൂട്ട് ചെയ്ത മെമ്മറി കാർഡ് എവിടെയെന്നൊരു ചോദ്യം ബാക്കി നിർത്തിക്കൊണ്ട് തന്നെയാണ് സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർ പ്രതിഷേധവും ഉൾപ്പെടെയാണ് ഈ വോട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അത്രമാത്രം മെമ്മറി കാർഡ് വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടത്. അത് ഇന്ന് അവിടെ മീറ്റിങ്ങിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇതുവരെ മീറ്റിംഗ് ഒന്നും ആരംഭിച്ചില്ല. വോട്ടിങ്ങിലേക്കാണ് ആദ്യം തന്നെ പോയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇത്ര ആളുകൾ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്ന നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് വോട്ടിംഗ് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. പുരുഷന്മാരിലും കൂടുതലും സ്ത്രീകളാണ് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് എന്ന പ്രത്യേകത ഉണ്ട്. മെമ്മറി കാർഡിൻ്റെ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പ്രസിഡൻ്റായി വന്നാൽ ദേവൻ ആദ്യം തന്നെ ആ മെമ്മറി കാർഡിൻ്റെ വിഷയം ചർച്ച ചെയ്യുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു സംഭവമാണ്. അത് ആരുടെയൊക്കെ ജീവിതമാർഗം വെച്ചാണ് ഇവർ കളിച്ചതെന്ന് ആ ചോദ്യചിഹ്നം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും ഇലക്ഷൻ ആരംഭിച്ചിരിക്കുന്നു. 1 മണിക്ക് അവസാനിക്കും. 2 മണി മുതൽ കൗണ്ടിങ് ആരംഭിക്കും. അതിനുശേഷം റിസൾട്ട് പുറത്തു വരും. റിസൾട്ട് പുറത്തു വരുമ്പോൾ ഏത് ഭരണസമിതി വന്നാലും അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയേണ്ടതാണ്. കാരണം അത്രമാത്രം നല്ല പ്രവർത്തികൾ കഴിഞ്ഞ ഭരണസമിതി കാഴ്ചവെച്ചിട്ടുണ്ട്. ആ ഭരണസമിതി പാതയിൽ പോകാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ പോകാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഭരണസമിതി ആകാൻ കഴിയും. അല്ലാത്ത പക്ഷം അവർ തുടങ്ങി വെച്ച പദ്ധതികൾക്ക് എന്തെങ്കിലും കോട്ടം പറ്റിയാൽ അതൊരു പരാജയമായി കാണേണ്ടതായി വരും. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.